കൊല്ലം ജില്ലയിൽ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ആ ചൂടിലേക്ക് സ്ഥാനാർത്ഥികളൊക്കെയും എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ CPM സ്ഥാനാർത്ഥി ജയമോഹൻ സഖാവ് ഉണ്ട്. സഖാവ്, എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചൂട്? തെരഞ്ഞെടുപ്പ് നല്ല നിലയിൽ തന്നെ ജനങ്ങൾ ആവേശത്തോടുകൂടി അത് ഏറ്റെടുക്കുന്നു എന്നതാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ജനങ്ങളാകെ ഈ തെരഞ്ഞെടുപ്പിൽ ആവേശത്തോടുകൂടി പങ്കെടുക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 10 വർഷം അധികാരത്തിലിരുന്ന സന്ദർഭത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതികളോടും വികസന കാര്യങ്ങളോടുമെല്ലാം തന്നെ പാവങ്ങൾക്ക് നല്ല താല്പര്യം ഇത് തുടരണം എന്ന് തന്നെയുണ്ട്. ഏതെങ്കിലും UDF MLA-മാരോ UDFൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരോ ആരെങ്കിലും അവിടെ ഒരു വികസനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ 10 വർഷത്തിനിടയിൽ ഒരു സമരം ചെയ്തിട്ടുണ്ടോ? ആരാണ് MLA, ആരാണ് പഞ്ചായത്ത് പ്രസിഡന്റ്, ആരാണ് മുനിസിപ്പൽ ചെയർമാൻ, ആരാണ് കോർപ്പറേഷൻ മേയർ എന്ന് നോക്കിയിട്ടല്ല, കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് വികസനം നടപ്പിലാക്കിയത്. അതുകൊണ്ടാണ് എല്ലാവരും വികസന കാര്യത്തിൽ ഒത്തൊരുമിച്ച് LDF സർക്കാരിനോട് സഹകരിക്കും. കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഈ വികസന കുതിപ്പിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? കാര്യം കഴിഞ്ഞ തവണത്തെ MLA ഒക്കെ നടത്തിയ കഴിഞ്ഞ പ്രാവശ്യത്തെ MLA 2 തവണയും അതിനു മുമ്പ് ഗുരുദാസാവ് ഇരിക്കുമ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കും. പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനൊരു ചെറിയ വീഴ്ച സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു അടിയേറ്റു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് ഇടതുപക്ഷവും പറയുന്നു. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടിയേറ്റു എന്ന് പറയുന്നത് ശരിയല്ല. കൊല്ലം ജില്ലയിൽ കോർപ്പറേഷനിൽ നമ്മൾ തോറ്റപ്പോഴും 10,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം UDFിനേക്കാൾ ഇടതുപക്ഷത്തിനുണ്ട്. 1, 2, 4 മുനിസിപ്പാലിറ്റികളാണ്. അതിൽ 3 മുനിസിപ്പാലിറ്റിയും കൊല്ലത്ത് LDF-ആണ് ഭരിക്കുന്നത്. 68 ഗ്രാമപഞ്ചായത്തുകളിൽ 35 LDF-ആണ്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 8 ഇടതുപക്ഷത്തിനാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പുറകോട്ട് പോകുന്നത്? എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ പറയുന്ന ആൾ പറയുന്നത് അതേപോലെ വിശ്വസിക്കുന്ന മനസ്സുള്ളവരല്ല കൊല്ലത്തെ മനുഷ്യർ. അവർ ചിന്താ മണ്ഡലത്തിൽ നിന്നും ശരി ഏത് തെറ്റേത് നോക്കി ശരിയുടെ ഭാഗത്ത് നിൽക്കുമ്പോൾ അത് ഇടതുപക്ഷം വിശദീകരിക്കുന്നതാണ് ശരി എന്നവർക്ക് തോന്നും. ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ വിജയം കൊല്ലം ജില്ലയിൽ 11 അസംബ്ലി മണ്ഡലങ്ങളിലും ജയിക്കും. ഒപ്പം കൊല്ലം ചരിത്ര വിജയം നേടുക തന്നെ. തീർച്ചയായും അത് തന്നെയാണ്. ഇടത് സ്ഥാനാർത്ഥി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. പ്രചരണ ചൂടിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് രംഗം, കൊല്ലം നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.